നീ ഇതെവിടെ പോവാ? നീ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടാണോ ഇവിടുന്ന് പോകുന്നേ? എനിക്ക് പല തീരുമാനങ്ങളുണ്ട്, അതൊന്നും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മുത്തശ്ശി, അവളെ എന്തോ തീരുമാനിച്ചിറങ്ങിയിരിക്ക. അതിന് നിനക്കെന്താ? അമ്മേ, കുറച്ചു മുമ്പേ രാധ അവളെ ഒന്ന് തല്ലി. ഇനി അതിന്റെ സങ്കടത്തില് എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യാനോ മറ്റോ ആയിരിക്കോ? ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ ചെയ്തോട്ടെ, അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റൂ? മുത്തശ്ശി, അവളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാ പോലീസുകാര് നേരെ ഇങ്ങോട്ടായിരിക്കും വരിക. ഒരാളെ അല്ല, എല്ലാവരും അവര് പിടിച്ചോണ്ട് പോവും. മുത്തശ്ശി മര്യാദയ്ക്ക് അവളെ തിരിച്ചു വിളിച്ചോ. മുത്തശ്ശി എന്താ? പ്രിയങ്ക ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഞാൻ അവളെ ചെന്ന് വിളിക്കണമെന്നാ കൽപ്പനയും ഉർവശിയും പറയുന്നു. മുത്തശ്ശി, ഇപ്പൊ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയെങ്കിൽ അതിന് കാരണം ഇതേ ഇവളാ. അവളെ അടിച്ചതുകൊണ്ടാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അതിന്റെ ഉത്തരവാദിത്വം മൊത്തം നിനക്കാ. ഇവിടെ ഏട്ടത്തിയുണ്ട്, അമ്മയുണ്ട്. എന്നിട്ട് നീ എന്തിനാ അവളെ തല്ലിയത്? എന്തിനാ തല്ലിയെന്ന് രണ്ടുപേർക്കും അറിയണോ? എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തവരെ ചിലപ്പോ ഞാൻ തല്ലും, ചിലപ്പോ ഞാൻ കൊല്ലും. അത് ഏത് തരം ബന്ധമായാലും ഞാനത് പരിഗണിക്കില്ല. ഓ, അപ്പോ നീ ഞങ്ങളെയും തല്ലുവെന്നാണോ? സംശയം എന്താ? ഇത്രയും കാലം നിങ്ങൾ ചെയ്തതും പറഞ്ഞതൊക്കെ ഞാൻ ക്ഷമിച്ചില്ലേ? ഇനി ക്ഷമിക്കില്ലെന്നാ പറഞ്ഞത്. എന്നെ ദ്രോഹിക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ, അത് ഏട്ടത്തിയായാലും ചെറിയമ്മയായാലും, പ്രിയങ്കയ്ക്ക് കൊടുത്ത അതേ ശിക്ഷ തന്നെ ഞാൻ തരും. വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് നോക്കുന്നോന്ന്?